Hello friends, welcome back to my channel SSC Cooking World. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പൈസി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അത് അരിപ്പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കും ഇഫ്താർ ടൈമിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിൽ തന്നെ സ്നാക്കായിട്ട് വേണ്ടിയിട്ടുള്ളത്. ഈ റെസിപ്പി സ്നാക്കായിട്ടും കഴിക്കാം, അതുപോലെ തന്നെ നമ്മളുടെ ഫുഡായിട്ടും മെയിൻ ഫുഡായിട്ടും കഴിക്കാം കേട്ടോ. ആദ്യം അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് തണുപ്പായത് കാരണം AC ഒക്കെ ഉള്ളതും കൊണ്ട് അത് കട്ടായിട്ടുണ്ട്. ഇതുപോലെ ആയിട്ട് ഗീ പോലെ ആയിട്ടാണ് അത് വരലുള്ളത്. അപ്പോൾ അതൊരു 2 ടീസ്പൂണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സവാള മുഴുവനായിട്ടും അരിഞ്ഞിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. കുനുകുനായിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം, മറ്റു ചാലും ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഗാർലിക്കും ജിഞ്ചറും പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ടും കൂടിയിട്ട് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 ചെറിയ കുഞ്ഞുള്ളിയും പിന്നെ ഒരു 1/2 കപ്പിന് മേലെ തേങ്ങയും പിന്നെ 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫെന്നൽ സീഡിലെ നല്ല ജീരകം, ആ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നിനെ മിക്സിയിൽ ഒന്ന് കറക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ഞാനിത് കൂന്തൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് കൂന്തൽ കുറച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, പിന്നെ കാശ്മീരി റെഡ് ചില്ലി അതൊരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പൈസി ആയിട്ടല്ലേ നമ്മളിത് കഴിക്കുന്നുള്ളത്, അപ്പോൾ കുറച്ച് സ്പൈസി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ പച്ചമുളകും അതുപോലെ തന്നെ ഈ കാശ്മീരി റെഡ് ചില്ലിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതൊന്ന് വന്നതിന് ശേഷം ഒന്ന് വന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് ഈ തേങ്ങൻ്റെ ഒന്ന് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ കൂട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പിനടുത്ത് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്സ് നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മസാലപ്പൊടികളൊക്കെ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇതൊക്കെ കൂടുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് നമുക്ക് കിട്ടുന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ഫില്ലിങ്സിനെ ഒരു ബോളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ അതിൻ്റെ മാവ് കൂടി തയ്യാറാക്കിയതിന് ശേഷം അതിനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പിന് കുറച്ച് മീതിയായിട്ട് ഫ്രഷ് തേങ്ങ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇതിലേക്കും ഞാൻ 5-6 കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 4-5 അല്ലി കറിവേപ്പിലയും പിന്നെ ഫെന്നൽ സീഡും ചെറിയ ജീരകവും വലിയ ജീരകവും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതിനെ ക്രഷ് ചെയ്തെടുക്കാം. ആ ടൈമിൽ ഞാൻ അജ്മീൻ്റെ മറ്റേ ഒറോട്ടിപ്പൊടിയില്ലേ, പത്തൽപ്പൊടി, അതാണ് എടുക്കുന്നുള്ളത്. 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ഗീ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടായിട്ട് പാകത്തിന് ഉപ്പും ഈ ടൈമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് നമുക്കിതിനെ കുഴച്ചെടുക്കാം. പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ അതുപോലെ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. ഇത് തിളച്ച വെള്ളമൊന്നും വേണ്ട, നോർമൽ സാദാ വാട്ടറാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങയില്ലേ അതിനെ ഒന്ന് ഇതിലേക്ക് തന്നെ ഇട്ടുകൊടുത്തിട്ടായിട്ട് നല്ല പോലെ ഇതുപോലെ ആക്കിയിട്ട് ഇതിൻ്റെ മാവിനെ എടുക്കാം. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ പരത്തിയിട്ട് അതിൻ്റെ ഫില്ലിങ്സ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടാവാൻ. എന്നിട്ട് ഉന്നക്കായൊക്കെ നമ്മൾ ബോളാക്കിയിട്ട് എടുക്കുന്നില്ലേ അതുപോലെ തന്നെ ആക്കിയിട്ട് എടുത്തതാവാൻ. ഞാൻ ഒരു കൈ കൊണ്ട് ഇത് ഉണ്ടാക്കുന്നതും മറ്റേ കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഫുള്ളായിട്ട് അത് കാണാൻ പറ്റാത്തത്. എന്നിട്ട് നമുക്ക് വേറൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടായിട്ട് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ്, തേങ്ങ, പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് കാശ്മീരി റെഡ് ചില്ലി 1 ടേബിൾ സ്പൂണിന് മേലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമുക്കിവിടെ സ്റ്റീമായി വന്നിട്ടുണ്ട്. സ്റ്റീമായിന് ഞാൻ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം. കുറേ സമയം ഇതിലേക്ക് ഇട്ടിട്ട് ഇതാക്കേണ്ടെന്ന് ആവശ്യമില്ല. ഈ മുളകൊന്ന് വെന്ത് കിട്ടിയാൽ മതി. എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി
മാരിനേഷൻ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോഴത്തേനും നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഇതിലേക്ക് മുളകിലേക്ക് ഇട്ടിട്ട് സ്പൈസി ആയിട്ട് കഴിക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെ തന്നെയും കഴിക്കാം. ഇത് ഇങ്ങനെ ചെറിയ കുഞ്ഞുമക്കൾക്കൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റൂല, എരിവ് കൂടുതലായിട്ടുണ്ടാകുമ്പോൾ. അപ്പോൾ വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് തന്നെ. ഒരിക്കലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് ഇത്. ഇത്രയും മാവ് വെച്ചിട്ട് എനിക്കൊരു 18 പീസ് ഇതുപോലത്തെ സ്നാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഇതിലെ നമ്മൾ സ്പൈസി ആക്കിയിട്ട് കഴിക്കാതെ ഇതുപോലെ തന്നെ കഴിക്കാനും വേറെ തന്നെ ഒരു ടേസ്റ്റ് തന്നെ. കുഞ്ഞുമക്കളൊക്കെ ഉള്ളടുത്ത് സ്പൈസി ആക്കാതെ ഇങ്ങനെ തന്നെ കൊടുത്തു നോക്ക്, അവർ ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കും. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.